വരും. എത്രയും പെട്ടെന്ന് വേദി 1 തേജസ്സിനെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് കോൾ ഫോർ 1340. Once again, first call for 1340. ഈ മഹാനെ കണ്ട കലക്ഷൻ ഇടാന്ന് വിളിച്ചു ചോദിക്കുക. എടാ കളക്ഷൻ കളക്ഷൻ ഇത് തന്നെ അല്ലേ? വേറെ കളക്ഷൻ ഒന്നുമില്ല. പോലീസ് വണ്ടി കേസ്, പോലീസ് വണ്ടി. പോലീസുകാരെ മുമ്പ് നടന്നി വായി നോക്കുന്ന കാര്യം പറയുന്ന ചേട്ടേ പിടിച്ചോണ്ട് പോടാ അവര്. IPC 368 പ്രകാരം വായി നോക്കാം. അതെ അതെ, എന്റെ അച്ഛനുണ്ടാക്കിയ നിയമമാണ്. ഇവന്റെ ഫ്രീ പ്രൊമോഷൻ നമ്പറും കൂടി പറഞ്ഞു കൊടുത്തോ. എന്റെ DM മെസ്സേജ് അയച്ചാൽ കേട്ടാ. ഞാൻ അവനോട് പറഞ്ഞ നമ്പർ അയച്ചടാ. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് നിന്റെ ഇൻസ്റ്റയിലേക്ക് ഫോളോവേഴ്സിനൊക്കെ ഇറങ്ങി വെച്ചേ. ഈ പരിപാടി ഞങ്ങൾക്ക് ഉള്ള ഇഷ്ടപ്പെട്ടു കേട്ടാ. ഓണത്തിൻ്റെ ഇടക്ക് പുട്ട് വെച്ചോടോ അല്ലേ? ഓണത്തിൻ്റെ ഇടക്ക് പുട്ട് വെച്ചോടോ, കലോത്സവത്തിന്റെ നടുക്ക്. നിന്റെ അഭിപ്രായം പറ. അതിലത്ര പുട്ട് വെച്ചോടം കണ്ടിട്ടില്ല ഗൈസ്. കുളിക്കാത്തോണ്ട് സോപ്പ് വാങ്ങിയില്ല. നമ്മൾ അടുത്ത പരിപാടി നോക്കാം. ജിമ്മ് പോകുന്നതിൻ്റെ അഹങ്കാരം കേസ്. എടാ അതിൽ ഭയങ്കര പ്രോട്ടീനാടാ. ഇവൻ്റെ അഹങ്കാരം കണ്ടില്ലേ? ജിമ്മ് പോയിട്ട് 2 ദിവസമായിട്ടു സത്യം പറയാല. അപ്പോൾ പ്രോട്ടീൻ, ഷുഗർ കട്ട്, ഐസ്ക്രീം ഒന്നുമില്ല. ടേസ്റ്റ് ചെയ്തു ടേസ്റ്റ് ചെയ്തു. കുമ്പി അത് വേറെന്തോ കാര്യമായിട്ട് അയാൾ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതൊക്കെ പറഞ്ഞു. ഫോട്ടോ സെക്ഷൻ നമ്മൾ റൈറ്റ് ടു പോളിസി ആണ്. ഫോട്ടോ സെക്ഷൻ നമ്മൾ ഷൂട്ട് ചെയ്യാറില്ല. മസാജ് ഡോക്ടർ കെയർ പറഞ്ഞു കൊടുക്കുക, പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കും. വേറെ 1000 രൂപ ഉണ്ടോ? പ്രോട്ടീനെ തിന്നൂല. നമുക്ക് അടുത്ത ആളെ പിടിക്കാം. പ്രോട്ടീനിലെന്ന് കൊണ്ടുപോകാം. പ്രോട്ടീൻ ചവിട്ടിയിൽ പ്രോട്ടീൻ ഉണ്ടോ അവിടെ? നീ എടുക്കുന്ന ഒന്ന് പ്രോട്ടീനിലെ ചവിട്ടി കിട്ടും. ഒന്നുകൂടി പറയാം. ഇനി പ്രോട്ടീൻ വേണ്ട, വായി നോട്ടം കണ്ണാ. ഇവനാന്ന് കാട്ടുകൈ. ഇത് നാട്ടുകാർ എന്നെ പറയും മുടിയും വളർത്തി കഞ്ചാവെന്ന് കാട്ടുവഴിയാന്ന് കോപ്പാന്നല്ലോ. പക്ഷേ ഈ ചെറ്റാണ്ട എന്നാ ഒപ്പരം നടത്തി വഷളാക്കുവന്നു വേണ്ടി വഷളാക്കുന്നത് കുളിപ്പില്ലാത്തത്. എടാ പാവാടാ സിംഗിളാടാ. ഒരു പെണ്ണുണ്ടായി. അത് നല്ല കഥയാണ്. പറയാൻ പറ്റിയ കഥ. പറയാൻ പറ്റിയ കഥ. ഡാൻസ് കൊള്ളാം. അതിന്റെ ഇടയിൽ കൂടെ അവൻ അതിലും വായി നോക്കിയിട്ട്. മയിലാട്ടമല്ല, കുയിലാട്ടം. മലരെ ഇങ്ങോട്ടോ നീ. നേടാ നിന്റെ കഥനകഥ പറ. നിന്റെ പെണ്ണിന്റെ കഥ പറ. ഒരു പെണ്ണ് സെറ്റായി ആ സ്ഥലം പെണ്ണ് നാട് വിട്ടുപോയി. ഇവന്റെ ശല്യം സഹിക്കാൻ കഴിഞ്ഞിട്ട് സ്കൂളും നിർത്തിയോട് നാട് വിട്ടുപോയി. അത് സ്ക്രിപ്റ്റ് ആണ്. അതെ അതെ. കലക്ഷൻ പോരല്ലേ പിന്നെ കലക്ഷൻ പോരാത്തോണ്ട് നമ്മ നേരെ ആരാധനക്ക് പോലെ. എൻ്റെ മുഖം കണ്ടോ കേസ്? ആ എൻ്റെ മുഖം കണ്ടു. എൻ്റെ മുടി കൊളായി കേസ്. പിന്നെയും പോയി. അടുത്ത സ്റ്റേജ് ദൂരം കേസ്. ഈ കാട്ടുപോയി എന്നെ പടക്കാക്കുന്ന കേസ്. തിരുവാതിര പൊമ്പിളറെല്ലാം കാണിച്ച് പ്രലോഭിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളാണ്. സച്ചിൻ സാർ വരാനേ യുപിരെ തിരുവാതിരെല്ലാം കണ്ട് നീല എടാ നിനക്കൊന്നും അമ്മയും പെങ്ങളും ഇല്ലടാ. അമ്മയും പെങ്ങളും സെറ്റാ ഗൈസ്. സ്റ്റാൻഡേർഡ് ആയില്ല ഗൈസ്. ഞാൻ കൊയ്ത്തെല്ലാം നിർത്തി നല്ല ഉഞ്ഞ ഗൈസ്. നല്ല ഉഞ്ഞ. അതിനെ നന്നാക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നന്നാവൂല. പരമാശേറ്റാ. നമുക്ക് ഒരു വെറൈറ്റി തീയിട്ടാലോ? എന്തായാലും ഫയർ എഞ്ചിൻ കൂടെ. ഫയർ എഞ്ചിന് പണി ഉണ്ടാക്കി കൊടുക്കുന്ന പഴമ കാലമാടം പറഞ്ഞു കേട്ടായിരുന്നു. ഇവിടെ ഫയർ എഞ്ചിന് മുമ്പിൽ ഫയർ എഞ്ചിൻ കണ്ടു. എന്തായാലും കുറച്ച് വെള്ളം ഉണ്ടല്ലോ. വെള്ളമില്ലോണ്ട് നീ തീയിടും. നാളെ ഞാൻ നിന്റെ വീണ് തീയിടാട്ടാ. അടുത്ത നമുക്ക് ഫയർ എഞ്ചിൻ അടുത്ത് തന്നെ. അടുത്ത് എൻ്റെ ഒരു 500 മീറ്റർ ഉള്ളിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഇവന്റെ വീടിനടുക്ക് ഇത് ഫയർ സ്റ്റേഷൻ ഉണ്ട്. ഇവന് ഫയർ സ്റ്റേഷൻ വന്ന് തീ അടക്കണം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാളെ പോയി തീയിടാം. ഒരു വൈബായിരിക്കും. നിന്റെ നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടാ. ചെക്കൻ കഞ്ചാവ് പിടിച്ച് തീയിട്ടേ വീട്ടിന് പറയാം. അത് വേണ്ടത് വേണ്ട.
അല്ലെങ്കിൽ നാട്ടിൽ കഞ്ചാവ് എന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് എല്ലാവരും വിശ്വസിക്കും. ചെക്കൻ കഞ്ചാവ് അടിച്ച് മൂത്ത് എന്നിട്ട് ആ വീട്ടിൽ വീട്ടിൽ വരാം. അവിടെ തന്നെ സബ്സ്റ്റേഷനിലുള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. നാട്ടുകാർ വിശ്വസിക്കും. ഇവനങ്ങനെ പറഞ്ഞാൽ മതി. ഇവനങ്ങനെ പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കും. അല്ലടാ കണ്ട താടി മിഷീൻ വന്നതിന് അഹങ്കാരം. കൊച്ചു പയ്യനാണ്, കൊച്ചു പയ്യൻ. പാട്ടി 20 വയസ്സായി. അയ്യോ 20 വയസ്സായി. അയ്യോ ഇവന് വയസ്സായേ. കല്യാണം കഴിക്കാനാണ് അടുത്ത പ്ലാൻ. 21 ഇവിടെ തന്നെ ഒരു നല്ല ടീച്ചറെ നോക്കി മനസ്സിലായ ടീച്ചറിങ് കിട്ടി. ഏതെങ്കിലും ഡിവോഴ്സായ ടീച്ചർമാരെ അന്വേഷിക്കുന്നു. അതുൽ കൃഷ്ണ എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റൈഡിയിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞുതരാം. വിവാഹം വെച്ച് എക്സ് മാരീഡ്, അതായത് എനിക്ക് മാരേജ് കഴിഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുന്ന ഏത് ടീച്ചർക്കും അതിനെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാം. പോലെ നോക്കിയാൽ മതി. ഇത് ഫുഡ് മേടിച്ചെന്നാ മതി കേട്ടാ. ഇവനെ കിട്ടിയ എന്നെയും കൂടി ഫ്രീ ആയിട്ട് കിട്ടും. എനിക്ക് പെട്രോൾ അടിക്കണം, ഫുഡ് വാങ്ങി തരണം, അങ്ങനെ കുറെ ചിലവുണ്ട്. എന്നെ കൊണ്ടുപോകുന്നത് ഇവനേറ്റു. നോക്കാൻ പറ്റുന്നവർ കോൺടാക്ട് ചെയ്യുക. ഷാലോ ഇൻസ്റ്റൈഡി ഷാലോ __ ഒന്നും കൊണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഐഡിയിൽ ഇൻസ്റ്റൈഡ് കൊടുക്കാം. അതിൽ മെസ്സേജ് ഇട്ടാൽ മതി. ടീച്ചറിനാവണമെന്നില്ല, ഇപ്പം പുതിയ കണ്ടീഷനിൽ മാറ്റി. ടീച്ചറിനാവണമെന്നില്ല, ഒരു ജോലിയിലായിരിക്കും വേണമെങ്കിൽ ഇവനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്മളെ മുഖം കാണുന്നില്ല, അത് കഷ്ടപ്പെടേണ്ട. കുറച്ചതിന് വിളിച്ചത് മുഖം എടുക്കാം. 32 ഇടയിൽ, എത്രേൻ്റെ ഇടയിൽ 25 ഒരു 32 ഇടയിൽ. ജാതിയും മതം തെളിയിച്ചു ആയില്ലെങ്കിലും പിന്നെ വയസ്സ് പ്രശ്നമല്ല. മൂക്കില് പല്ല് മുളച്ച ആളായാലും റിച്ച് ആയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു 96 വയസ്സായാലും കുഴപ്പമില്ല. അത് റിച്ച് ആവണമെന്നില്ല, ജോലിയിലെ പെൺകുട്ടികളെ തേടുന്നു. അതുൽ കൃഷ്ണ. ഒരു സ്റ്റേജ് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റേജ്. ഈ വായി നോക്കി എന്നെയും കൊണ്ട് നടക്കുക. കടലെന്നുകൊണ്ട് നടക്കണം. പ്രോട്ടീനെ കയറ്റത്തുള്ളൂ. പ്രോട്ടീൻ കഴിഞ്ഞ് ഏതോ കോഡ് നമ്പർ 3 വരുന്നുണ്ട്. ആ കോഡ് നമ്പർ 3 വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഇൻസ്റ്റ ഐ ഡി ഷാലോ, എൻ്റെ ഐ ഡി കൊടുക്കാം. അതുൽ കൃഷ്ണ അതും വേണം കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഫോളോവേഴ്സ് കുറവാണ്. അതെ പിന്നെ ഒരുപാടില്ലോണ്ട് കുഴപ്പമില്ല. കേസ് ലാവിസാ ആ സ്റ്റേജ് നമ്പർ 3 മൈമ്. പയ്യന്നൂരിലെ പ്രശസ്തമായ മതിൽ ലൈറ്റ്. എല്ലാ കൊല്ലവും ലൈറ്റ് സ്റ്റോറി ഇടുന്ന സെറ്റ് ഫ്രണ്ടിനെ മെൻഷൻ ചെയ്യും. പയ്യന്നൂരിൽ ഏറ്റവും കൂടുതലാന്ന് പറയുന്നത് ആരാധന വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളിടുന്ന സ്റ്റോറിയാണെന്ന് പയ്യന്നൂരിൽ. അടുത്ത പരിപാടി പോകാനുള്ള പരിപാടി ഇവനുണ്ടെങ്കിൽ എല്ലാ കുഴപ്പ സ്ഥലത്തും ഞാൻ എത്തും. ഇവനെ മാർക്ക് ചെയ്ത് വെച്ചു. ഇവൻ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ ഞാനും ആ ഭാഗത്തായിട്ട് ഇവൻ വെറും ചെറ്റാണ്. പരമ ചെറ്റാ. എന്തിനു മനസ്സിലായിട്ട് പരമ ചെറ്റെന്ന് പറഞ്ഞ പരമ ചെറ്റ. അത് മനസ്സിലായില്ലേ? അത് എനിക്ക് സേഫ് ആണ് കേട്ടോ. ഇവൻ ഏതും പെമ്പിൾ റോക്ക് വന്നിട്ട് അവരായിട്ടും വന്നിട്ട് ഞാനാ വായു നോക്കിയതാ. എന്തിനാ വെറുതെ ഇവന് പറ്റിയ സ്ഥലം തിരക്കണ്ട. തലകൾ മാത്രം നിലം കാണുന്നില്ല. A few moments later. ഇവൻ ഇതിനെ കഞ്ചാവ് എന്നെല്ലാം പറയുന്നത്. ഇതൊന്ന് സാധനം അറിയുന്നവർ കമന്റ്. ഈ പരന്നറിയാവുന്ന കഞ്ചാവ് എന്ന് പറയുന്നത്. ഇവിടെ ഒളിവിൽ കഞ്ചാവ് വെക്കുന്നുണ്ട്. ഇതൊന്നും കേട്ടില്ല. ഒളിവിൽ ഇവിടെ കഞ്ചാവ് വെക്കുന്നുണ്ട്. കേട്ടില്ല, വർത്തമാനം കേട്ടില്ല. ഇങ്ങനത്തെ പരന്നാറികളെ കൂട്ടിയിട്ടാണ് ഞാൻ നടക്കുന്നത്. എന്നെ ബന്ധപ്പെട്ടാൽ ഇവ കഞ്ചാവ് ഡീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നെ നോക്കിയാൽ സൂക്ഷിച്ചാൽ മതി. നോട്ട് മീ, ഹി ഓൾവേസ് ഹി. കോൺടാക്ട് നമ്പർ കോൺടാക്ട്
നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ആ 3 പിള്ളേർ പോകുന്നുണ്ടോ അവരെ കൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ എനിക്ക് ആ എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യാം ആ പിള്ളേർ നോക്കി എന്തായാലും വീഡിയോ കാണുന്നുണ്ടായിരുന്നു പിന്നെ ധൈര്യം ഉണ്ടോ ആ പിള്ളേരെ കൊണ്ട് നീ ആ പിള്ളേരെ കൊണ്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിച്ചാൽ മൊബൈലിലെ പിള്ളേരെ കൊണ്ട് നീ ജയിക്കുക ഉറപ്പ് പറഞ്ഞ കാര്യം മറക്കാത്ത നീ ജയിക്കുകയും ഇവൻ ഏതോ ഗേൾസിനെ കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ പോയി ചോദിക്കാൻ പോവാ ചോദിക്കട്ടെ എനക്ക് പ്രമോഷനായി ഓന് കോയിത്തരത്തിന് മറ്റേ സർട്ടിഫിക്കറ്റ് കിട്ടിയോണ്ട് അവന് കുഴപ്പമില്ല എനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ ചമ്മലുണ്ട് ലൈറ്റില്ലാത്ത സമയത്ത് എൻ്റെ ക്യാമറ തനിയുള്ള ക്യാമറയാണെന്ന് അറിയാലോ എന്നാലും പറയാം ഈ കൊച്ചു ഫണ്ട് കോഫി കുടിക്കാൻ പോകും ആ കോഫി കുടിക്കുന്നതിൻ്റെ കാരണം ഞാനിപ്പം കാണിച്ചു തരാവേ ഈ കൊച്ചു കഴിവേറി ആരും ഒരാളെ നോക്കി വെച്ചിട്ടുണ്ട് ഗേസ് അവരെ വയ്യേ നടക്കുക കാണിച്ചു തരാം തിരിഞ്ഞു നോക്കുന്നുണ്ട് ഒരിക്കലും നമ്മൾ റിവീൽ ചെയ്യാൻ പാടില്ല ഗൈസ് ആ പെണ്ണ് തിരിഞ്ഞു നോക്കില്ല ഇവർ ഉടായിപ്പാത് കാട്ടുടായിപ്പാത് ഇതേ ഒരു ആ പെണ്ണ് തിരിഞ്ഞു ഞാൻ കഷ്ടം ആ ഉടായിപ്പാത് ഇപ്പൊ നോക്കി കോപ്പ് നോക്കി നമ്മ തൊട്ട് മുമ്പിലുണ്ട് നമുക്ക് ഈ വ്ളോഗിൽ അടി കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊരു വ്ളോഗായി മാറും ഈ വ്ളോഗ് അടി കിട്ടിയില്ലെങ്കിൽ ഇതൊരു വ്ളോഗായി മാറും ഗൈസ് ഇവരെയാണ് ഗൈസ് 7 നൈസ് ഇനി ഈ വ്ളോഗ് എങ്ങാനും ഇവർ കാണുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം 29-ാം തീയതി നവംബർ മാസം 2024 ഈ വ്ളോഗ് എങ്ങാനും ഇവർ കാണുന്നുണ്ടെങ്കിൽ ഇവരുടെ ശ്രദ്ധയ്ക്ക് അതുൽ കൃഷ്ണ അതായത് ഈ മുതൽ ക്രഷ് അടിച്ചിട്ടാണ് എന്നെക്കൊണ്ട് കാലിന് വയ്യാതെ എന്നെക്കൊണ്ട് ഈ നാല് നടത്തിക്കുന്നു നമ്മളെ വണ്ടി പാർക്ക് ചെയ്തെടുക്കാൻ വണ്ടി പാർക്ക് ചെയ്തത് അങ്ങ് അപ്പുറം ഏതോ കിലോമീറ്റർ ഏതോ ഗുദാമിലെ കൊണ്ടുവച്ചിട്ടാണ് ഈ കളിക്കുന്നത് ഇവന് ഉളുപ്പിലെ ഐസ്കട ആ പച്ചപ്പുണ്ട് വയ്യ ഞാൻ പറഞ്ഞില്ല നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ചെറ്റാതിലും പറഞ്ഞ പരമചെറ്റ കൈസ് അപ്പണ്ട് വല്ല കാറിൽ കയറിപ്പോ വെക്കല്ലേ നമ്മളെ കാറിന് കീ എടുത്ത് ഞെക്കിടാ കാറിന്റെ കീഴലുണ്ട് ഞാൻ പറഞ്ഞ ആ ഇവൻ അച്ഛൻ കൊണ്ട് വെച്ചിട്ട് വലിച്ചു ഞാൻ പറഞ്ഞ കൂടെ കേസ് നമ്മ ഉണ്ടല്ലോ ഇപ്പൊ എവിടെ കറക്റ്റ് എത്തിയെന്ന് വെച്ചാൽ അയോധ്യ ഓഡിറ്റോറിയം ലൈസൻസ് ഇപ്പൊ ഇവന് പറഞ്ഞു ഇവന്റെ അച്ഛന്റെ ബെൻസ് എടുക്കാനാണ് ഇവൻ വന്നേക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ബെൻസ് ഇവിടെ നിർത്തിയിട്ടുണ്ട് എന്റെ പൊന്നു മക്കളെ ഇങ്ങനെ ഒരു കാട്ടവരാതി ഈ കാട്ട് ഇതാണ് എന്റെ കാറ് കണ്ടോ ഇവന്റെ അച്ഛന്റെ കാറ് ഈ കാട്ടുകുണ്ണാന്നല്ല തിരിച്ചു പോവാ എന്നെ പറയാനോ വിടുന്നില്ല ഞാൻ പറഞ്ഞ കൂടും ഈ കാട്ടവരാതി അവൻ അവിടെ നിന്ന് ഒരു കോഫി മേടിച്ചു തരാറുണ്ട് നമ്മ ഇവിടെ എത്തിയത് ഗൈസ് അതെ അതെ ആ കോഫി നേരത്തെ കണ്ടായിരുന്നല്ല അത് ഫേക്കാണ് അത് ഇവന് ക്രഷ് അടിച്ചതാ എനിക്ക് വേറെ ഫുഡ് മുഖ്യം വികിലെന്ന് എന്ന് പറഞ്ഞ് നടക്കുന്ന എന്നാ കോഫി വാങ്ങി തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് ഈ ഒരു പെണ്ണിന്റെ വയ്യ എന്നെ 2 കിലോമീറ്റർ നടത്തിക്കും ഒരാവശ്യമില്ലാണ് നടത്തിച്ചതാണ് ഞാനത് ലൈവിൽ ഒതുക്കിയതുണ്ട് ഗൈസ് അതെ അയോധ്യയില് പാവമായിട്ടൊരു സംശയം തോന്നിയിട്ടെന്ന് തോന്നുന്നു എന്തേലും ആവട്ടെ ഒന്നും പറയാനില്ല ഈ വണ്ടി കൊണ്ടുപോകും ഗൈസ് വണ്ടി കൊണ്ടുപോയിട്ടെങ്കിൽ നമുക്ക് വ്ളോഗ് കാണാം വണ്ടി കൊണ്ടുപോയാൽ ആരെങ്കിലും വ്ളോഗ് ഇട്ടാൽ കാണാം എൻ്റെ അവസാനത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഈ പരമ എച്ചി എനിക്ക് ചായ വാങ്ങി തന്നിട്ടെങ്കിൽ ഓനെ കൂത്തു 2 കിലോമീറ്റർ കാലിൽ കയ്യാത്തന്നെ കൊണ്ട് 2 കിലോമീറ്റർ നടത്തിച്ചിരിപ്പുണ്ടായി ആ പെണ്ണ് അവസാനം കാറും കയറിപ്പോയി അവസാനം ആ പെണ്ണ് ടാറ്റയും കൊടുത്തിട്ട് അങ്ങനെ പോണേ നമ്മൾ ഭയങ്കര കെയറാണ് ഏട്ടായി ഞാനല്ല കേസ് എനക്ക് ഫുഡ് നോക്കിയാൽ എനിക്ക് പെണ്ണം പിടക്കോ ഒന്നും പറഞ്ഞില്ല എനിക്ക് 4 നേരം ഫുഡ് കിട്ടിയാൽ 4 നേരം അതെന്ത് കണക്കാ അതെന്റെ സ്പെഷ്യൽ കണക്കാണ് രാവിലെ ഉച്ചക്ക് വൈകുന്നേരം രാത്രി വൈകുന്നേരത്തെ 6 നേരം ഒന്നും വേണ്ട എനിക്ക് 4 നേരം മതി 4 നേരം 4 നേരം ഞാൻ നേരത്തെ 4 നേരം എനിക്ക് ഫുഡ് 4 നേരം എനിക്ക് ഫുഡ് വാങ്ങി തരാന്ന ഇൻട്രസ്റ്റിൽ ഏതെങ്കിലും പെമ്പിടുണ്ടെങ്കിൽ പറഞ്ഞോ ഞാൻ നോക്കാൻ റെഡിയാണ് ഞാൻ 4 എന്നെ നോക്കൽ വില്ല ചെലവാണ് എനിക്ക് വണ്ടിക്ക് പെട്രോൾ അടിച്ചു തരണം ഇടക്കിടക്ക് ഇങ്ങനത്തെ മാല അങ്ങനത്തെ കാര്യമില്ല നോക്കണം എനിക്ക് മാല വേണം മോതിരം വേണം അങ്ങനത്തെ ചെറിയ സാധനങ്ങൾ കൊണ്ട് ഞാൻ ചെറിയ പൈസ തരാം എനിക്ക് അത്ര വലിയ ഇതൊന്നുമില്ല എനിക്കൊന്നുമില്ല ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വയസ്സ് കൂടിയാലും പ്രശ്നമില്ല എനിക്ക് ഫുഡ് പിന്നെ ജോലി നിർബന്ധം
ഞാൻ ജോലിക്ക് പോയില്ലോ എല്ലാവരും ഭാവിയിലെ കാര്യം അതൊന്നും എനിക്കറിയണം. 4 നേരം ഞാൻ ജോലിക്ക് പോകുന്നവരെ 4 നേരത്തെ ഫുഡ്, പെട്രോളിന് മാല മോതിരം തുടങ്ങി ചെറിയ ചെറിയ ചിലവ് നല്ല നന്നായി. എനിക്ക് വേറെ ചിലവൊന്നുമില്ല. ഓക്കെ, അല്ലെങ്കിലേ ഏട്ടൻ എന്തോ കഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നു. അപ്പോൾ ആ ഒരു ഏട്ടൻ്റെ കൂട്ടിൻ്റെ ബാക്കിൽ കയറി മിണ്ടാണ്ടിരിക്കാന്ന്. ഏട്ടൻ എങ്ങനെ പോകുന്ന ഏട്ടനെ ബ്ലോഗാണ് റഷാണ് കേസ്. ഇത് ചർച്ചിലേന്ന് വീട്ടിൽ പോയാലോ? ചർച്ചിലാണ്, റഷാണ്. ഇവനെ വീട്ടിൽ പോകും. ആ പെണ്ണ് പോയല്ല കണ്ണ ചെറ്റ ഉളുപ്പില്ലാതെ ഇപ്പാന്ന് പറയും. നോക്കണ്ട പോലെ നീ കണ്ട ഈ ബ്ലോഗ് കണ്ട നീ നോക്കണ്ട. ഇവനാ ചത്താലും തിരിഞ്ഞു നോക്കിക്കൂടാ ചെറ്റ. ഗൈസ്, അങ്ങനെ നമ്മൾ നടന്ന് വീണ്ടും ആരാധനയില്ല അമ്പലത്തിലേക്ക് എത്തി. നമ്മുടെ പയ്യന്നൂർ അമ്പലത്തിൽ എന്ത് പരിക്കാണെന്ന് എനിക്കറിഞ്ഞൂടാ ഗൈസ്. പിന്നെ ഇനി ഏത് പണ്ണിൻ്റെ വഴി പോകും? അതാണ് അടുത്ത സംശയം. ആരെ ബാക്കിൽ ബാക്ക് കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ബോയ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗേൾസിന് അറിയാൻ ഇൻസ്റ്റ ഐ ഡി എനിക്ക് അയച്ചാറുണ്ട. ഇവൻ്റെ ഐ ഡി ഞാൻ ടാഗ് കൊടുക്കാം കേട്ടോ. ഈ കാട്ടുവഴിയുടെ ഐ ഡി ഞാൻ അയച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഈ വായനോക്കിൽ ഈ ആരത്തിൻ്റെ മഹോത്സവത്തിന് വന്നിട്ടുള്ള കാഴ്ചകൾ ശരിക്കും പറഞ്ഞാൽ ചാവടിക്ക് ഇറങ്ങിയിട്ട് കലോത്സവം പോയി. കലോത്സവം നേടിയിട്ട് അവസാനം വായ നോക്കാൻ അവിടെ കലക്ഷൻ ഇല്ലാന്ന് പറഞ്ഞ ആരാധക വന്ന കുഞ്ഞുമോനാണ് ഇവൻ ഈ തക്കുടുക്കൂട്ടം. ചായ പിടിക്കാന്ന് പറഞ്ഞ അവസാനം തന്നെ നാരങ്ങോളത്തിൽ ഒതുക്കി ഇതായിട്ട് പാനത്തേണ്ടി. അതൊന്നും കാട്ട് ഈ വായി നോക്കൽ വീഡിയോ എന്ന് പറയുമെങ്കിൽ പല ഉടായ്പ ക്ലിപ്സാണ്. സത്യം പറയല്ല, ഇവൻ്റെ അഴിഞ്ഞാട്ടം കാണാനായിട്ട് നിങ്ങൾ കാണണം. എന്നെ സപ്പോർട്ട് ഐ ടിയിലുള്ള ഒരു പ്രത്യേക സദ്യക്ക് ഏറ്റവും വലിയ കാട്ടുകോഴി വരാണ്. എനിക്ക് ഫുഡ് വാങ്ങി തന്ന് പറ്റിച്ചിട്ട് ഓരോ ഉടായ്പ പരിപാടി ഇറക്കിയിട്ട് ചെറുങ്ങനെ നരിച്ച പറയാം. മാക്സിമം കാണുന്നവർ ഐ ടി നേരെ കോഴി നിൽക്കണം. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞാൽ ഈ പരിപാടി ശരി ബൈ.